കർണാടക മുഖ്യമന്ത്രി സ്ഥാനം സിദ്ധരാമയ്യ രാജിവെച്ചു. ലോക് ഭവനിലെത്തി രാജിക്കത്ത് കൈമാറി. ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്നാണ് രാജിയെന്ന് സിദ്ധരാമയ്യ പറഞ്ഞു. DK ശിവകുമാറിന്റെ സത്യപ്രതിജ്ഞ ഉടനുണ്ടാകും. വിവരങ്ങളുമായി ER രാഗേഷ് ചേരുന്നുണ്ട്. രാഗേഷ്, അങ്ങനെ ഹൈക്കമാൻഡിന്റെ തീരുമാനമനുസരിച്ച് സിദ്ധരാമയ്യ രാജിവെച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇനി രാജ്യസഭയിലേക്ക് ഉണ്ടാകുമോ? എങ്ങനെയാണ് മറ്റ് നടപടികൾ? അതുപോലെ തന്നെ സത്യപ്രതിജ്ഞ എപ്പോഴായിരിക്കും? കർണാടക മുഖ്യമന്ത്രി സ്ഥാനം ഇപ്പോൾ സിദ്ധരാമയ്യ രാജിവെച്ചിരിക്കുകയാണ്. അദ്ദേഹം ഗവർണർ സ്ഥലത്തില്ലാത്തതിനാൽ രാജ്ഭവന് കത്ത് കൈമാറി എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടു സിദ്ധരാമയ്യ. കർണാടകയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, KJ ജോർജ്, ആഭ്യന്തരമന്ത്രി G പരമേശ്വര, പ്രിയങ്ക് ഖാർഗെ, ഒപ്പം തന്നെ മലയാളിയും MLA-യുമായ NA ഹാരിസ്, അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊപ്പമാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. അതിൽ അദ്ദേഹം നിലപാട് വിശദീകരിക്കുകയും ചെയ്തു. രാഷ്ട്രീയത്തിൽ തന്നെ തുടരും എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ജനങ്ങളാണ് ദൈവം, ഒപ്പം തന്നെ തനിക്ക് പ്രതിപക്ഷ നേതാവാകാനും ഒപ്പം മുഖ്യമന്ത്രിയാകാൻ 2 തവണയും കഴിഞ്ഞു. അതിനൊക്കെ തന്നെ അവസരം നൽകിയത് കോൺഗ്രസ് ആണ്. പ്രത്യേകിച്ച് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ് തനിക്ക് അവസരം നൽകിയതെന്ന കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം ഓർമ്മിക്കുകയും ചെയ്തു. ഏതായാലും കർണാടക ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായ വ്യക്തി ആണ് സിദ്ധരാമയ്യ. 2 തവണയായി ഇപ്പോൾ ഏകദേശം ഏതാണ്ട് 7 വർഷവും 9 മാസവുമാണ് അദ്ദേഹം മുഖ്യമന്ത്രി പദവിയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ തീരുമാനപ്രകാരം അദ്ദേഹം പദവി ഒഴിയുകയാണ് ചെയ്തത്. അക്കാര്യവും അദ്ദേഹം ഏതായാലും വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇനി 5 മണിക്ക് അദ്ദേഹം ഡൽഹിയിലേക്ക് തിരിക്കും. ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും മുഖ്യമന്ത്രി പദവി അദ്ദേഹം ഇപ്പോൾ ഒഴിയുന്നത് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടതുകൊണ്ടാണ്. എന്നാൽ PCC അധ്യക്ഷ സ്ഥാനം, ഒപ്പം ഉപമുഖ്യമന്ത്രി സ്ഥാനം, മന്ത്രിസഭ പുനഃസംഘടന തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന് നിലപാടുണ്ട്. അത് അറിയിക്കുകയും ചെയ്യും. ഏതായാലും രാജ്യസഭ എന്ന ഓഫറാണ്, ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരണം എന്ന നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് നൽകിയിട്ടുള്ളത്. പക്ഷേ അതിനോട് ഏതായാലും സിദ്ധരാമയ്യ അനുകൂലമല്ല. കാരണം അദ്ദേഹം ഇപ്പോൾ നിലവിൽ MLA ആണ്. അപ്പോൾ ആ കാലാവധി പൂർത്തീകരിക്കാൻ അനുവദിക്കണം, കർണാടകയിൽ തന്നെ തുടരാൻ അനുവദിക്കണമെന്ന നിലപാടിലാണ് സിദ്ധരാമയ്യ ഉള്ളത്. ഇന്നത്തെ കൂടിക്കാഴ്ചയിലും ഏതായാലും ആ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചേക്കും. ശരി, കർണാടക മുഖ്യമന്ത്രി സ്ഥാനം സിദ്ധരാമയ്യ രാജിവെച്ചിരിക്കുകയാണ്. ലോക് ഭവനിലെത്തി രാജിക്കത്ത് കൈമാറിയിരിക്കുകയാണ്. ER രാഗേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.